ടൗൺ സ്ക്വയർ ഉദ്ഘാടനത്തിനിടെ അവതാരകനെ CPM പ്രവർത്തകർ തല്ലിയതായി പരാതി. വേദി വിട്ടു പോകുന്നതിന് മുൻപ് സംഘാടകർ കൂടിയായ CPM പ്രവർത്തകർ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞു, തല്ലി. ഇതാണ് പുറത്തു വന്ന വാർത്തകൾ. ശരിയാണോ? കുറച്ച് വണ്ണമുള്ള ഒരാൾ പിന്നെ എന്നെ അടിച്ചു. വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സന്ദർഭമല്ലേ, അവരത് ശരിക്കും ഉപയോഗിച്ചു. അത് ഏരിയ സെക്രട്ടറി സഞ്ജു ആണ്. പാർട്ടിയുടെ ധാർഷ്ട്യമൊന്നും ഒരാളുടെ അടുത്ത് കാണിക്കണേ, ഒരു അതിഥിയാണ് ഞാൻ, ശരിക്കും എന്നെ വിളിച്ചതാണ്, അല്ലാതെ ഞാൻ വെറുതെ വേദിയിലേക്ക് കയറിയ ഒരാളല്ല. 100% ഞാൻ യോജിക്കുന്നു. അറിയാൻ വയ്യാത്ത കാര്യമാണ്. ഒരു പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഒരു കാര്യം ചെയ്താൽ, ഞാൻ ഈ പരാതി കൊടുത്താൽ, ഞാൻ നിലവിൽ കോട്ടയത്താണ് താമസിക്കുന്നത്. കൃത്യമില്ലാതെ സംസാരിച്ചു എന്ന് ആരോപിച്ച് അവതാരകനെ CPM പ്രവർത്തകർ തല്ലിയതായി പരാതി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സെന്റ് മേരീസ് സ്കൂൾ അധ്യാപകൻ ബിനു കെ സാമിനാണ് മർദ്ദനമേറ്റതായി ആക്ഷേപമുയർന്നത്. ടൗൺ സ്ക്വയർ ഉദ്ഘാടനത്തിൽ സ്പീക്കർ AN ഷംസീർ, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരെ സ്വാഗതം ചെയ്ത രീതി ശരിയായില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ക്ഷമയുടെയും സഹനത്തിന്റെയും വഴികൾ പഠിപ്പിക്കേണ്ടത് നമ്മളാണ്. അവരുടെ ദുസ്വപ്നങ്ങളിൽ ചോരയിൽ മുങ്ങിയ എന്റെ കൈകൾ തെളിയാൻ പാടില്ല. പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. എനിക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരാൾ വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കളെല്ലാം വന്നായിരിക്കും, എന്തായാലും പറയാൻ വിളിച്ചായിരിക്കും എന്ന് വെച്ചാൽ അങ്ങോട്ട് ചെന്ന്. അപ്പോൾ ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്തിൽ ചെന്നപ്പോൾ തന്നെ പണ്ട് എനിക്ക് പരിചയമുള്ള, എനിക്ക് അവരെല്ലാം കണ്ടിട്ടുള്ളതല്ലാതെ എനിക്ക് ആരുടെയും പേരുകളൊന്നും അറിയത്തില്ലായിരുന്നു. കൂട്ടത്തിൽ കറാട്ടെ പഠിച്ച ഒരുത്തനുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഇങ്ങനെയാണോ ഒരു വേദിയിൽ സംസാരിക്കുന്നതെന്നാണ് ആദ്യം ചോദിച്ചത്. ചോദിച്ചു കഴിഞ്ഞ് പിന്നെ ഭാഷയൊക്കെ മാറി. അവരെന്നെ ഒരു കൂട്ടം ആളുകൾ വളഞ്ഞു നിന്നിട്ട് അവസാനം എൻ്റെ കൈ, എൻ്റെ ഉടുപ്പ് പിടിച്ചു, എന്നെ തട്ടി. പിന്നെ ഒരാൾ, കുറച്ച് വണ്ണമുള്ള ഒരാൾ പിന്നെ എന്നെ അടിച്ചു. ഞാനല്ല, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയാണ് അടിച്ചത്. എക്സ്റേയിൽ അവിടെ ചില വിടവുകൾ കാണാനുണ്ട്. എല്ലുകളും മാംസവുമായിട്ടുള്ള ബന്ധം ചില സ്ഥലങ്ങളിൽ വിട്ടുപോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആളിനെ അറിയില്ല, ആളിനെ എനിക്കറിയില്ല. പക്ഷേ പിന്നീട് അവിടെ മുനിസിപ്പൽ കൗൺസിലേഴ്സ് മറ്റുള്ളവരോട് പറഞ്ഞു അത് ഏരിയ സെക്രട്ടറി സഞ്ജു ആണ് എന്ന് അവർ തമ്മിൽ പറഞ്ഞോളൂ. എനിക്ക് ആളിനെ അറിയില്ല. CPM നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില പദപ്രയോഗങ്ങൾ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇതാണ് അവർക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയതെന്നാണ്. അല്ല, അതിൻ്റെ വീഡിയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒളിച്ചു പോകേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് പരിശോധിക്കാം. എന്തെങ്കിലും അങ്ങനെ ആരെയെങ്കിലും അപഹസിക്കുന്ന രീതിയിൽ, മോശമാക്കുന്ന രീതിയിൽ അതിനകത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന്. അവർ മന്ത്രിയും മുനിസിപ്പൽ ചെയർമാനും ഉള്ളവരുടെ ഉള്ള അസ്വസ്ഥതകൾ, അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായ എന്നെ അവരുടെ പരിപാടിക്ക് വിളിച്ച മുനിസിപ്പൽ ചെയർമാനോടുള്ള പ്രതിഷേധം കൂടാണ് അവർ കാണിച്ചതെന്ന് അവരുടെ ആളുകൾ പറഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് അവരുടെ ഗ്രൂപ്പുകളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണ്. ഒരു പാർട്ടിയുടെ ധാർഷ്ട്യമൊന്നും ഒരാളുടെ അടുത്ത് കാണിക്കണേ, ഒരു അതിഥിയാണ് ഞാൻ, ശരിക്കും എന്നെ വിളിച്ചതാണ്, അല്ലാതെ ഞാൻ വെറുതെ വേദിയിലേക്ക് കയറിയ ഒരാളല്ല. പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഒരു കാര്യം ചെയ്താൽ, ഞാൻ ഈ പരാതി കൊടുത്താൽ, ഞാൻ നിലവിൽ കോട്ടയത്താണ് താമസിക്കുന്നത്. ഒന്ന് അത്. രണ്ട്, എൻ്റെ മാതാപിതാക്കൾ കുറച്ച് സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ്. അവർക്ക് അതിന് മാനസിക പ്രയാസം ഉണ്ടാകും ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നു നോക്കാം. ഞാനതുകൊണ്ടാണ് അതവിടെ കൊണ്ട് തീരുന്നോട്ടെ. പിന്നെ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും സന്തോഷം കിട്ടിയെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോപണം CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറിക്കെതിരെയാണ്. ഒപ്പം തന്നെ ഏതാനും പാർട്ടി പ്രവർത്തകരുമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങളെ പരിപൂർണമായി നിഷേധിക്കുകയാണ്. മർദ്ദനം ഉണ്ടായിട്ടില്ല, അതേസമയം തെറ്റ് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏരിയ നേതൃത്വം വിശദീകരിക്കുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.